ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ പുതിയൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ കുമിളി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കുമിളിയിൽ നിന്ന് മലയിറങ്ങി കമ്പം തേനി ഭാഗത്തേക്കാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനും പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പാണ്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുമിളിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. കുമിളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വരാനുള്ള പ്രധാന കാരണം നമ്മൾ പോകുന്ന കമ്പം, ആ കമ്പത്തിൻ്റെ ഒരു ആകാശ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ ഡ്രോൺ ഉപയോഗിച്ചിട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ, ആ താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ കമ്പവും അതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നമ്മൾ ഈ നിൽക്കുന്ന പാണ്ടിക്കുഴി പ്രദേശത്തിന് വളരെ വശ്യമായ ഒരു സൗന്ദര്യമാണ് ഉള്ളത്. അതിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാനാകും. നമ്മൾ ഈ നിൽക്കുന്ന പാണ്ടിക്കുഴി എന്ന പ്രദേശം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഈ ഭാഗം തമിഴ്നാട് വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു വനമായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശ്യതയോടും കൂടിയാണ് നമുക്ക് കാണാനാകുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ തമിഴ്നാടിൻ്റെ വിശാലമായ സമതലങ്ങൾ കാണാൻ കഴിയും. ഇത് കമ്പം എന്ന ചെറു പട്ടണത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ സമതലങ്ങളിലെല്ലാം തന്നെ കൃഷിയിടങ്ങളാണുള്ളത്. താഴോട്ട് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് വനപ്രദേശം തന്നെയാണ്. ധാരാളം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വനപ്രദേശം. അത് കഴിഞ്ഞാലാണ് ഈ സമതലങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് നമുക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ചാല് കാണാൻ കഴിയും. അതിലൂടെ ഇപ്പോഴും ധാരാളം വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഭാഗം തമിഴ്നാടിൻ്റെ ഈ സമതല പ്രദേശങ്ങളെല്ലാം തന്നെ മഴ നിഴൽ പ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കിട്ടിയാൽ മാത്രമാണ് ഇവിടെ കൃഷി എടുക്കാൻ സാധിക്കുക. തമിഴ്നാട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം അത്യന്താപേക്ഷികം തന്നെയാണ്. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയൊരു സുരക്ഷാ പ്രശ്നവും കൂടി മുല്ലപ്പെരിയാർ ആയി തീർന്നിട്ടുണ്ട്. മലയാളികളുടെ ആ ഒരു ആശങ്ക നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല. അത് മുല്ലപ്പെരിയാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൊമോക്ലോസിൻ്റെ ഒരു വാൾ പോലെ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുകയാണത്. ഇക്കാര്യത്തിൽ ഇരു സംസ്ഥാന സർക്കാരുകളും ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് മാനുഷിക പരിഗണന വെച്ച് ചർച്ച ചെയ്ത് ആ ഒരു മലയാളികളുടെ ഒരു ആശങ്ക ദൂരീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ വെള്ളമില്ലാതെ തമിഴ്നാടിൻ്റെ ഈ വിശാലമായ സമതല പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാനാകില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റെയിൻ ഷാഡോ റീജിയനാണ്. നമ്മൾക്ക് അങ്ങേപ്പുറത്ത് മഴ കിട്ടുമ്പോൾ ഇവർക്ക് ഇവിടെ മഴ ലഭിക്കാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരുകൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മലയാളികളുടെയും തമിഴ്നാട്ടുകാരുടെയും ഒക്കെ ഭയാശങ്കകൾ ദൂരീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പാണ്ടിക്കുഴി എന്ന സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് കുമിളി ടൗണിൽ പോയിട്ട് വേണം നമുക്ക് ചുരുവിറങ്ങി കമ്പത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാണ്ടിക്കുഴിയിൽ നിന്ന് ആരംഭിക്കാം. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. അങ്ങനെ കുമിളി ടൗണിലെത്തി. കുമിളി ടൗണിലൂടെയൊക്കെ പാസ് ചെയ്ത് നമ്മളിതാ കമ്പം ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുമിളി തമിഴ്നാട് അതിർത്തിയിൽ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വാഹനങ്ങൾക്ക് കുഴപ്പമില്ല, പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോരുന്നതിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ടാക്സി വണ്ടിയോ അല്ലെങ്കിൽ ബസ്സൊക്കെ ആണെങ്കിൽ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കടന്നു പോകണമെങ്കിൽ അവിടെ പെർമിറ്റും കാണിച്ച് എത്ര ആൾക്കാർ പോകുന്നുണ്ടെന്നുള്ളതൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവിടെ വരുന്ന ടാക്സിക്കാരൊക്കെ അതൊക്കെ ചെയ്തിട്ടാണ് കമ്പം ഭാഗത്തേക്കൊക്കെ പോകുന്നത്. പണ്ട് കോവിഡിന്റെ സമയത്തൊക്കെ നമുക്കും അത് ബാധകമായിരുന്നു. അന്ന് ഞാനും എൻ്റെ സുഹൃത്ത് ആൻഡോ ഒക്കെ വന്ന സമയത്ത് ആദ്യം ഈ ഒരു റൂട്ടിലേക്ക് വന്നായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് കുറേ നേരം അവിടെ നിർത്തിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു കോവിഡ് ടെസ്റ്റ് കാണിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് കോവിഡ് ടെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളൊന്നും അന്ന് ഈ കമ്പത്ത് അടുത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് തേനിയിലായിരുന്നു. തേനിയിൽ പോയിട്ട് കോവിഡ് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് നല്ല ദൂരമാണ്. അപ്പോൾ എന്തായാലും അങ്ങ് വരെ നമ്മൾ എത്തുകയും ചെയ്തു. കുമിളി ചെക്ക് പോസ്റ്റിൻ്റെ അവിടം വരെ എത്തുകയും ചെയ്തു. അങ്ങനെ തഹസിൽദാറും അതോടൊപ്പം തന്നെ പോലീസുകാരൊക്കെ ഞങ്ങളവിടെ പിടിച്ചു നിർത്തി. 1 മണിക്കൂറോളം നിന്നപ്പോഴത്തേനും തഹസിൽദാർ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴും പോകാറായിട്ടില്ല, നിങ്ങൾ കുറച്ചു നേരം കൂടെ നിൽക്കുക, കുറച്ച് പണി തരാമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് തന്ന പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഈ കോവിഡ് ടെസ്റ്റ് എടുത്തുകൊണ്ട് വരാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെ നമ്മൾ ചെക്ക് ചെയ്യണം, അവരെ പിടിച്ചിട്ട് അവരെ ഏൽപ്പിക്കണം. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കണം, കോവിഡ് ടെസ്റ്റിൻ്റെ പേപ്പർ നിങ്ങൾ നോക്കണം, നോക്കിയിട്ട് ഇന്നത്തെ ഡേറ്റ് കറക്റ്റ് ആണോ നോക്കിയിട്ട് അവരെ കടത്തി വിടുക. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് അങ്ങനെ പിന്നെയും 1 മണിക്കൂർ ജോലി ചെയ്തു. അങ്ങനെ 2 മണിക്കൂറോളം കുമിളി ചെക്ക് പോസ്റ്റിൽ നിന്നതിന് ശേഷം അവർ ഞങ്ങളോട് പറഞ്ഞു, ഇത്ര നേരം സേവനമൊക്കെ അനുഷ്ഠിച്ചതല്ലേ, അപ്പോൾ ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറേ കോമഡികൾ
ആ കോവിഡിന്റെ സമയത്തൊക്കെ നടന്നു. അതാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഓർമ്മ വന്നത്, ആ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആ വനപാതയിലൂടെ നേരെ ചുരമൊക്കെ ഇറങ്ങി താഴേക്ക് പോരുകയാണ്. പോരുന്ന വഴിയിൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് പെൻസ്റ്റോക്ക് പൈപ്പുകളാണ്. അത് മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ചുരമിറങ്ങി പിന്നെയും വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ കുറേ ഭാഗങ്ങളിൽ അമ്പലങ്ങൾ കാണാം. പിന്നെ മാതാവിന്റെ ഗ്രോട്ട കാണാം. റോഡിന്റെ നടുഭാഗത്തായിട്ട് ഒരു ഗ്രോട്ട ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുറ്റി നമ്മൾ പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ കാണുന്നത് തമിഴ്നാടിന്റെ മനോഹരമായ സമതലങ്ങളാണ്. അതായത് കമ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ താഴേക്ക് എത്തിച്ചേരുന്നത് ലോവർ ക്യാമ്പിലേക്കാണ്. ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്കിനി അങ്ങോട്ട് ചുരമൊന്നുമില്ല, നല്ല നിരപ്പായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ലോവർ ക്യാമ്പൊക്കെ കഴിഞ്ഞതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മുന്തിരികൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളൊക്കെ ഈ നമ്മൾ പോകുന്നതിൻ്റെ ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വേണം ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഇന്ന് കമ്പത്തെ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുകളിൽ നിന്ന് കണ്ട് ആസ്വദിച്ച ആ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് പലതരം കൃഷികൾ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും വാഴയുണ്ട്, തെങ്ങുണ്ട്, മാവിൻ തോട്ടങ്ങൾ കാണാൻ കഴിയും. പിന്നെ മറ്റു പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഈ സമതലങ്ങളിലുണ്ട്. ഇനി ഇതുകൂടാതെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് കമ്പം. കമ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ്. അതും ഇനി നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മളിപ്പോൾ സമതലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമതലങ്ങളെ അതിരിടുന്നത് മലനിരകളാണ്. ഈ മലനിരകളുടെ ഭംഗിയും അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ലാൻഡ്സ്കേപ്പ്. ഓരോ ഫ്രെയിമുകൾ എത്ര ഭംഗിയാണ്. മലയും മലയുടെ താഴ്വാരത്തിലുള്ള തെങ്ങിൻതോപ്പുകളും വാഴത്തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഫ്രെയിമുകളാണ് ശരിക്കും നമുക്ക് ഈ ഒരു യാത്രയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മളങ്ങനെ സഞ്ചരിച്ചു വന്നപ്പോൾ ബിബിൻ ഇങ്ങനെ ഇവിടുത്തെ ഫ്രെയിമുകളെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിച്ചു വരുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഫ്രെയിമുകളെക്കാളുമൊക്കെ അതിമനോഹരമായ മറ്റൊരു ഫ്രെയിം നമ്മൾ കണ്ടു. അതോടെ നമ്മൾ വണ്ടി നിർത്തി ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതിമനോഹരമായൊരു പൂപ്പാടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ചെണ്ടുമല്ലിപ്പൂക്കളുടെ ഒരു ലോകമാണിത്. അതോടൊപ്പം തന്നെ കോഴിപ്പൂവും ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പൂക്കൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. എനിക്ക് മുന്നേ തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്, വാഴ, തെങ്ങ്, അങ്ങനെ പലതും. നമ്മളതെല്ലാം നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിന്നെ നമ്മളെ ആകർഷിച്ച മറ്റൊരു കാര്യം മലനിരകൾ തന്നെയാണ്. മലനിരകൾ കൂടാതെ തെങ്ങിൻതോട്ടം, ഗ്രാമം, കൃഷി, ഈ മനോഹരമായിട്ടുള്ള പൂക്കൾ, മറ്റു കൃഷികൾ, ഇതൊക്കെ തന്നെയാണ് എത്ര പറഞ്ഞാലും മതിവരാത്ത നയനാനന്ദകരമെന്നോ ഹൃദ്യമെന്നോ വിശേഷിപ്പിക്കാവുന്ന കാഴ്ചകൾ. നമ്മളങ്ങനെ പൂപ്പാടത്ത് നിന്ന് ഏറെ ദൂരമൊന്നും സഞ്ചരിച്ചില്ല. റോഡിന് ഇരുവശങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന മുന്തിരിത്തോപ്പുകൾ കണ്ടു. അപ്പോൾ തന്നെ കാറ് സൈഡിലേക്ക് പാർക്ക് ചെയ്തു. നമ്മൾ പുറത്തിറങ്ങി ഈ മുന്തിരിത്തോട്ടം കാണാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എത്തിച്ചേർന്നപ്പോൾ 1986 ശ്രീ പത്മരാജൻ സംവിധാനം ചെയ്തതും മോഹൻലാലും ഷാരിയും തിലകനുമൊക്കെ അഭിനയിച്ച് കേരളം അങ്ങോളം ഇങ്ങോളം ഏറെ ജനപ്രീതി നേടിയ മലയാള ചലച്ചിത്രമായ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയുടെ ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മളെപ്പോലെ തന്നെ ധാരാളം ആൾക്കാർ മുന്തിരിത്തോപ്പുകൾ കാണാനും മറ്റുമായിട്ട് വരുന്നുണ്ട്. അതിൽ മലയാളികൾ തന്നെയാണ് ഭൂരിഭാഗവും. ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട 2 മുന്തിരിത്തോട്ടങ്ങളാണ് ജെനീസ് ഗ്രേപ്സും MSR ഗ്രേപ്സും. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് MSR ഗ്രേപ്സിൻ്റെ തോട്ടത്തിലാണ്. നമ്മൾ ഈ MSR മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഇതിൻ്റെ ഓണർ ശ്രീ മനോഹരനെ പരിചയപ്പെടാനിടയായി. അദ്ദേഹം നമ്മളോട് ഈ തോട്ടത്തെക്കുറിച്ചും ഇവിടുത്തെ മുന്തിരി കൃഷിയുടെ രീതികളെക്കുറിച്ചുമൊക്കെ വിവരിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഈ പ്രദേശത്തെ തോട്ടത്തിൻ്റെ വിസ്തൃതി 25 ഏക്കറാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഒരൊറ്റ തരം മുന്തിരി മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ കാരണവും അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നു. പന്നീർ എന്ന് പറയുന്ന ഒരു മുന്തിരി വെറൈറ്റിയാണ് ഈ തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ളത്. ഇത് മാത്രം തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സീഡ്ലെസ് കൃഷി ചെയ്യാത്തത് എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, അതായത് ഈ കമ്പത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം
പന്നീർ എന്ന് പറയുന്ന ഈ വെറൈറ്റി തന്നെയാണെന്നാണ്. അവർ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരികളൊക്കെ ഇവിടെ കൃഷി ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും അവയൊന്നും തന്നെ വിജയപ്രദമായില്ല. ഇനി ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന മുന്തിരി നേരത്തെ പറഞ്ഞല്ലോ പന്നീറാണെന്ന്. പന്നീർ എന്ന മുന്തിരി ചെടിക്ക് പരമാവധി ഈൽഡ് നൽകുന്നത് 15 വർഷമാണ്. അതിനുശേഷം ഈ ചെടി വളരും, പക്ഷേ ഈൽഡ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി 15 വർഷം മാത്രമാണ് ഈ ചെടി അവർ നിലനിർത്തുന്നത്. അതിനുശേഷം ഈ ചെടി വെട്ടിമാറ്റി പുതിയ ചെടി നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മുന്തിരി ചെടിയിൽ നിന്നും 4 മാസം കൂടുമ്പോഴാണ് ഈൽഡ് എടുക്കുന്നത്. അതിനുശേഷം ഒരു തവണ ഈൽഡ് എടുത്തു കഴിഞ്ഞാൽ അവർ ഈ മുന്തിരിച്ചെടികളൊക്കെ പ്രൂൺ ചെയ്യും. ഈ പ്രൂണിംഗ് പ്രോസസ്സ് മുന്തിരിച്ചെടികളുടെ തുടർന്നുള്ള ഈൽഡിനും അത്യന്താപേക്ഷിതമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഇത് പ്രൂൺ ചെയ്താൽ മാത്രമേ വീണ്ടും മുന്തിരിച്ചെടികൾക്ക് പുതിയ നാമ്പുകളും തളിർപ്പുകളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ മുന്തിരിച്ചെടികളുടെ വളമായിട്ട് അവർ ഉപയോഗിക്കുന്നത് വേമി കമ്പോസ്റ്റാണ്. വേമി കമ്പോസ്റ്റ് കൂടാതെ അവർ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും അവരുപയോഗിക്കുന്നുണ്ടെന്നാണ് ശ്രീ മനോഹരൻ നമ്മളോട് പറഞ്ഞത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം, നമ്മൾക്കെല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മുന്തിരിക്ക് കീടനാശിനികൾ അടിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഒരു സംശയം തന്നെയാണത്. ആ കാര്യം നമ്മൾ ഇതിൻ്റെ ഓണറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പുതിയ മുന്തിരിക്കൊലകൾ ഉണ്ടാകുമ്പോൾ അവർ ഇതിൽ കീടനാശിനി അടിക്കുമെന്നാണ്. പക്ഷേ ഇത് പഴുത്ത് പറിച്ചെടുക്കാറാകുമ്പോൾ അവർ ഒരിക്കലും കീടനാശിനികൾ ഉപയോഗിക്കില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതിനുള്ള പ്രധാന കാരണം ആ ഒരു സമയത്ത് മുന്തിരികളിൽ കീടനാശിനി പ്രയോഗിച്ചാൽ കേടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മുന്നേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത ഇതൊരു മഴനിഴൽ പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വർഷം മുഴുവൻ മഴ ലഭിക്കാനുള്ള സാധ്യത തീരെയില്ല. അതുകൊണ്ട് തന്നെ ഈ മുന്തിരിച്ചെടികളുടെ ചുവടുകളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് വെള്ളം എത്തിക്കുന്നത്. നമ്മൾ ഈ MSR ഗ്രേപ്സിൽ എത്തുമ്പോൾ നമുക്ക് മുന്തിരി രുചിക്കാനും മുന്തിരി വാങ്ങിക്കൊണ്ട് പോകാനുമായിട്ടൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതിനായിട്ട് 2 കൗണ്ടറുകളാണ് ഇവിടെ ഉള്ളത്. ഒരു കൗണ്ടറിൽ നമ്മൾക്ക് മുന്തിരിയുടെ രുചി അറിയാനും മറ്റുമൊക്കെ ആയിട്ട് മുന്തിരി ജ്യൂസ് വിൽക്കുന്നുണ്ട്. അതുകൂടാതെ മുന്തിരി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് മറ്റൊരു കൗണ്ടറും ഇവിടെയുണ്ട്. ഇതുകൂടാതെ ഈ മുന്തിരി വിൽക്കുന്ന കൗണ്ടറിൽ മുന്തിരി വൈനും ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെയും ഈ മുന്തിരി ചെടികളുടെയും ഒക്കെ വിശേഷങ്ങൾ. നമ്മളങ്ങനെ MSR ഗ്രേപ്സിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ നിന്നൊരു കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയിരുന്നു. നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസ് അവിടെ നിന്ന് കുടിച്ചിരുന്നല്ലോ, അതിൻ്റെ വില പറയാൻ വിട്ടുപോയിരുന്നു. ആ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ വില 40 രൂപയാണ്. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് കമ്പം തേനി റൂട്ടിൽ ഹൈവേയിലൂടെ കുറച്ച് ദൂരമൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിശാലമായ പാടശേഖരം കണ്ടു. അതിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു സൗന്ദര്യത്തിൽ മനം മയങ്ങി നമ്മൾ വണ്ടി ഇവിടെ നിർത്തി ഈ പാടശേഖരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ ഈ തമിഴ്നാട് ഭാഗത്തെ പാടശേഖരങ്ങളുടെ സൗന്ദര്യമൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചപ്പോൾ ഇതേപോലെ ഒരു വിശാലമായ മനോഹരമായ പാടശേഖരം നിങ്ങളെ കാണിച്ചിരുന്നു. അതിന് തുല്യമോ ഒരുപക്ഷെ അതിനേക്കാൾ വലിപ്പമേറിയതോ ആയ ഒരു പാടശേഖരത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും ഈ ഒരു ഭാഗത്തിൻ്റെ പേര് നമ്മൾക്ക് എന്തായാലും അറിയില്ല, ഇവിടെ ബോർഡൊന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ പച്ച പരവതാനി വിരിച്ചതുപോലുള്ള ഈ പാടശേഖരങ്ങൾ ശരിക്കും മനമയക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത്രയേറെ മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണിത്. പിന്നീട് നമ്മുടെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പാടശേഖരത്തിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും അതിൻ്റെ പുറകിലായി കാണുന്ന ഗാംഭീര്യമാർന്ന മലനിരകളുമൊക്കെ ചേർന്നിട്ടുള്ള മനോഹരമായൊരു ലാൻഡ്സ്കേപ്പാണ് നമ്മളുടെ മുന്നിൽ ദൃശ്യമാകുന്നത്. ഇതുകൂടാതെ ഈ തെങ്ങിൻ തോപ്പുകളുടെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാറ്റാടിപ്പാടങ്ങളും കാണാം. ഈ കാറ്റാടിപ്പാടങ്ങൾ തെക്കൻ തമിഴ്നാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പല ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നല്ല കാറ്റുള്ള പ്രദേശമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം എന്തുമാത്രം കാറ്റാണ് ഇവിടെ വീശുന്നതെന്ന്. അപ്പോൾ ഈ കാറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഈ തെക്കൻ തമിഴ്നാട്ടിൽ ധാരാളം കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പാടശേഖരങ്ങളും ഈ പാടശേഖരങ്ങളിൽ വളർന്ന് നിൽക്കുന്ന
പച്ച പരവതാനി വിരിച്ചതുപോലെ വളർന്നു നിൽക്കുന്ന നെൽച്ചെടികളും ഇതിൻ്റെ ഓരത്തുള്ള കാറ്റാടിപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഗാംഭീര്യത്തോടെ ഉയർന്നു നിൽക്കുന്ന മലനിരകളുമൊക്കെ ചേർന്ന് ചേതോഹരമായൊരു കാഴ്ചയാണ് നമ്മളുടെ മുന്നിൽ ദൃശ്യമാകുന്നത്. അങ്ങനെ നമ്മൾ പാടശേഖരത്തിൻ്റെ അവിടെ നിന്ന് മനോഹരമായ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ തേനി റൂട്ടിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മർക്കൈൻ കോട്ട എന്ന ഒരു സ്ഥലത്തേക്കാണ്. മർക്കൈൻ കോട്ട എന്ന് പറയുന്നത് അത്ര പ്രസിദ്ധമായ സ്ഥലമൊന്നുമല്ല, പക്ഷേ നമ്മൾ പോകുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കമ്പത്തുനിന്നോ അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൂടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ മർക്കൈൻ കോട്ട എന്ന ആ ഒരു സ്ഥലത്ത് വ്യത്യസ്തമായ കുറച്ച് ഫുഡുകൾ കിട്ടുന്ന കടയുണ്ട്. ജ്യോതിസ് ഹോട്ടൽ എന്നാണ് ആ ഒരു ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും. അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതെന്താണെന്നുള്ളതൊക്കെ അവിടെ എത്തിയതിന് ശേഷം പറയാം. അപ്പോൾ എന്തായാലും നമുക്കിനി മർക്കൈൻ കോട്ടയിലേക്കുള്ള യാത്ര തുടരാം. അങ്ങനെ അത് കഴിഞ്ഞു. ഏതൊന്നല്ലേ ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ മർക്കൈൻ കോട്ട എന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹോട്ടൽ. അങ്ങനെ അവിടെ പോയി ഫുഡ് കഴിച്ചു. വളരെ ചെറിയ കടയാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ, ഇത് അത്ര പ്രസിദ്ധമായ സ്ഥലമൊന്നുമല്ല. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ചെറിയ ഗ്രാമപ്രദേശമല്ല കേട്ടോ, അത്യാവശ്യം വലിയൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു സ്ഥലത്തിന്റെ മനോഹാരിതയാണ്. ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിനോട് ചേർന്ന് നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും പാടശേഖരത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന റോഡും അതൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ്. അതുകൂടാതെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് തെങ്ങുകൾ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡ്രോൺ വിഷ്വൽസ് വെച്ച് കാണുമ്പോഴത്തേനും എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നറിയോ. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെയൊക്കെ കൃഷിസ്ഥലമാണ് ഈ കാണുന്ന നെൽപ്പാടങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു ഹോട്ടലാണ് ഈ ജ്യോതിസ് ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. ഇനി കഴിച്ചത് എന്താണെന്ന് അറിയണ്ടേ? സ്പെഷ്യൽ ഫുഡ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞില്ല. സാറ് കഴിച്ചില്ല, ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ച ആ സ്പെഷ്യൽ ഫുഡ് ഏതാന്നുള്ളതല്ലേ, അത് സാറ് പറയട്ടെ. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് സാറ് പറയുന്നതാണ് നല്ലത്. നീ പറയുന്നല്ലേ നല്ലത്? അല്ല, ഞാൻ പറയാം. സാറ് പറഞ്ഞു, സാറ് കഴിച്ചില്ല, അപ്പൊ സാറ് തന്നെ പറയട്ടെ. ഞാൻ കഴിക്കാത്തതും ബിബിൻ ഇപ്പൊ കഴിച്ചതുമായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രാവിറച്ചിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രാവിന്റെ ഇറച്ചിയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. നമ്മുടെ കേരളത്തില് പ്രാവിറച്ചി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഞാനും കേട്ടിട്ടില്ല. അല്ല, ഈ ഒരു സ്പെഷ്യൽ ഡിഷ് കേട്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിടത്ത് പോലും അങ്ങനെ അല്ലെ കേട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു റെസ്റ്റോറന്റ് പ്രത്യേകത തന്നെ അതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നത്. ഈ ഒരു സ്ഥലത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഈ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ പ്രത്യേകത അന്വേഷിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ഇതിന് വേറെ എന്താ, ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട് അല്ലേ? ഏകദേശം എനിക്ക് തോന്നുന്നു 10-35 കറികൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റുമല്ല, പക്ഷെ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നോ. അതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കിയോ. ഇവിടെ மட்டன்ல எல்லாம் இருக்கு. போட்டி இருக்கு, தலைக்கறி இருக்கு, மட்டன் சுக்கா இருக்கு, சௌரொட்டி, மூளை, ஈரல், பின்ன மட்டன் ட்ரிப் இருக்கு. அது எல்லாமே வான்கோழி, வாத்து, கிண்ணிக்கோழி, புறா, முயல், செட்நாட் சிக்கன், பள்ளிப்பாளை சிக்கன், காடை, இறால், அது எல்லாமே சிறிய நண்டு, வயல் நண்டு இருக்கு, ஐர மீன் இருக்கு, மற்றபடி டேம் மீன் இருக்கும், ஜிலேபி, பாறை, பிரியாணி, குஸ்கா, சாப்பாடு, பரோட்டா ஈவினிங் டைம் மட்டும். காலையில் பிரியாணி, மட்டன் பிரியாணி, சிக்கன் பிரியாணி, வான்கோழி பிரியாணி, நாட்டுக்கோழி பிரியாணி, ரைஸ், எம்டி பிரியாணி இருக்கும். ஆமாம், 7 o'clockலாம் கடை ஸ்டார்ட் ஆகிடும். நைட்டு ஒரு 10 o'clock. சைடிஸ் அவ்வளோவா இருக்காது. ஒன்ஸ் தான் சைடிஸ் ரெடி பண்ணுறது. அது அப்படியே முடிஞ்சிச்சுன்னா அவ்வளோ கடை க்ளோஸ் ஆகிடும். ப்ராவ் அங்கேருந்து கடையிலேருந்து வர்றது 10 o'clock வரும். இங்கே 10-15. அங்கேருந்து கறி மாத்திரம் வரும். கறி மட்டும் இங்கே மசால் போட்டு இங்கே ரெடி பண்ணுவார். கட் பண்ணுறது எல்லாமே கடையில் கட் பண்ணி கொண்டு வந்து இங்கே கொண்டு வந்து கூட எல்லாம் ரெடி ஆகிடும். ടോട്ടൽ பார்த்தீங்கன்னா ഒരു 35 இருக்கும். 35 இருக்கும். അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അതിനകത്ത് പുറ എന്നാണ് തമിഴിൽ പറയുന്നത്. പ്രാവിനെ ഇവര് പുറ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ വാങ്ങിച്ചത്. അതുകൂടാതെ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിച്ചു. അതെന്താണെന്നുള്ളതും കൂടി സാർ പറഞ്ഞു. അതിപ്പോ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടർക്കി കോഴിയുടെ ഇറച്ചി, വാങ്കോഴി, ടർക്കി കോഴി അല്ലെങ്കിൽ വാങ്കോഴി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മുയലാണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ നമ്മൾ ഈ ഒരു 3 ഐറ്റമാണ് വാങ്ങിച്ചത്. പക്ഷേ എങ്ങനെയാണ്, നിനക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ?
ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഫുഡൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ചെന്നത്. ഭാഗ്യം കൊണ്ട് നമുക്ക് ഊണ് കിട്ടി. ഊണും പിന്നെ അതോടൊപ്പം തന്നെ ഊണിന്റെ കൂടെ നമുക്ക് കിട്ടിയത് എന്തൊക്കെയായിരുന്നു? ഊണിനൊപ്പം നമ്മൾക്ക് കിട്ടിയത് നേരത്തെ പറഞ്ഞല്ലോ, ഇറച്ചി നമ്മൾ ഒരു 3 ഐറ്റം വാങ്ങിയിരുന്നു. നേരത്തെ പറഞ്ഞ പ്രാവിറച്ചി, മുയലിറച്ചി, പിന്നെ ടർക്കി കോഴിയുടെ ഇറച്ചി. അതോടൊപ്പം തന്നെ അവർ നമുക്ക് 4 തരം ഗ്രേവി തന്നു. ഒന്ന് ചിക്കൻ്റെ ഗ്രേവി, പിന്നെ നാട്ടുകോഴിയുടെ ഗ്രേവി, പിന്നെ മട്ടൻ്റെ ഗ്രേവി, അവസാനം മീനിൻ്റെ ഗ്രേവിയും തന്നു. ഈ ഗ്രേവിക്കൊക്കെ പൊതുവെ തമിഴ്നാട്ടിൽ പറയുന്ന കുളമ്പെന്നാണ്. അങ്ങനെ എന്തായാലും ഊണ് നമ്മൾ കഴിച്ചു. ഇനി ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശീലിച്ച് വന്നിട്ടുള്ള കറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പോരായ്മയായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഈ നാട്ടിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ലഭിക്കുന്ന കറികളുടെ ടേസ്റ്റാണ്. എനിക്ക് ഇവിടുത്തെ കറികളുടെ ആ ഒരു സ്വാദ് പേഴ്സണലി ഇഷ്ടപ്പെടാതെ പോയതിൻ്റെ ഒരു പ്രധാന കാരണം അത് ഇവർ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തമിഴരുടെ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മസാലക്കൂട്ടും കറികളുടെ സ്വാദും ഒക്കെ ശീലിച്ചത് കൊണ്ട് മാത്രം ഇത് നന്നായിരിക്കും. ഇത് തമിഴ്നാട്ടുകാർക്ക് വളരെ സ്വാദിഷ്ടമായി തോന്നാം, പക്ഷെ നമ്മൾ വേറൊരു രുചിക്കൂട്ടുകളൊക്കെ ശീലിച്ചത് കൊണ്ടാകാം നമ്മൾക്ക് ഒരുപക്ഷെ ഇത് ഇഷ്ടപ്പെടാത്തത്. എൻ്റെ അഭിപ്രായം ഇതാണ്. ഇനിയിപ്പോൾ നിന്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം സാർ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു നാട്ടിൽ വരുമ്പോൾ ആ നാടിൻ്റെതായ രീതിയിലുള്ള ഒരു ഫുഡ് കഴിച്ചു. അല്ല, അതിനോട് എനിക്ക് യോജിപ്പാണ്. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ രുചികൾ അറിഞ്ഞിരിക്കണം. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് കൂടി സഞ്ചരിച്ചാലും അതിന്റെ അവിടുത്തെ തനതായിട്ടുള്ള ഡിഷസ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അവിടുത്തെ രുചികൾ എന്തൊക്കെയാണെന്ന് അറിയുക എന്നത് ഒരു നമ്മുടെ യാത്രാനുഭവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ പ്രാവ് സാർ കഴിക്കാത്ത എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അരുമയായിട്ടുള്ള ഒരു പക്ഷിയുടെ ഓർമ്മ മനസ്സിൽ വന്നോണ്ടേ അതിനെ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അതാണ് സത്യം. അപ്പൊ അതെന്തായാലും അതങ്ങനെ. പിന്നെ വേറെ കാര്യം ഉണ്ടോ കേട്ടോ സാറേ, ഇപ്പൊ പറഞ്ഞപ്പോഴും ഓർത്തെ, പണ്ട് ഞാനും നമ്മുടെ റൂട്ട് റെക്കോർഡ്സിലെ അഷ്റഫ് ബ്രോയ് ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങള് ഓൾ ഇന്ത്യ പോകുന്ന സമയത്ത് കർണാടകയില് സിദ്ധി ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്ന ഒരു ഗോത്ര സമൂഹം താമസിക്കുന്ന ഒരിടത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഒരു സ്പെഷ്യൽ ഫുഡായിട്ടുള്ള ഉറുമ്പരച്ചത്, അതായത് നമ്മുടെ നീർന്നൊക്കെ പറയും, പുളിയുറുമ്പ് എന്നൊക്കെ പറയുന്നത്, എന്താ പറയുന്നത്? ഉറുമ്പ് ചമ്മന്തി. പുളിയുറുമ്പ് എന്നല്ലേ എന്താ പറയുക? നീറൊന്നും ചിലയിടത്ത് പുളിയുറുമ്പ് എന്നൊക്കെ പറയും. അതിനെ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതും കറിവേപ്പിലയും മുളകൊക്കെ ചേർത്ത് ഈ ഉറുമ്പിനെയൊക്കെ അതിനകത്തിട്ട് ചമ്മന്തി ആക്കിയിട്ട് ഞാൻ കഴിച്ചു. അഷറഫ് ബ്രോ കഴിച്ചില്ല കേട്ടോ. അന്ന് അദ്ദേഹത്തിന് പനിയായിരുന്നു പറഞ്ഞ് അദ്ദേഹം മുങ്ങിക്കളഞ്ഞു. സാറ് പ്രാവ് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ആ ഒരു കാര്യമാണ്. ഉറുമ്പ് ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അവരവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണത്. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ കഴിച്ചത്. ചിലർക്കൊക്കെ അറപ്പ് തോന്നും, ഉറുമ്പും പ്രാവെന്നൊക്കെ പറയുമ്പോഴത്തേനും. പിന്നെ നമ്മൾ നാഗാലാൻഡ് പോയി കഴിഞ്ഞാൽ പട്ടിയിറച്ചി കിട്ടും ശരിയാണ് എന്നും പറഞ്ഞ് ഞാൻ പട്ടി കഴിക്കോ എന്ന് ചോദിക്കരുത്. അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കും. ഇല്ല, അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്ക് തായ്ലാൻഡൊക്കെ പോയി കഴിഞ്ഞാൽ തേള, പഴുതാര, മറ്റേ എന്താ പറയാ, പാറ്റ എന്നൊക്കെ പറയും. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ആൾക്കാർ എന്തും കഴിക്കുന്ന, അതെ, പാമ്പൊക്കെ കഴിക്കുന്നില്ല, എല്ലാം കഴിക്കും. അതാണ്. അപ്പൊ അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ജില്ലയ്ക്കും ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഭക്ഷണ സംസ്കാരങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു, ഇവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നു, അവരുടെ സംസ്കാരം അറിയുന്നു, അവരുടെ ആഹാര രീതി അറിയുന്നു, അവരുടെ ആഹാരത്തിന്റെ സംസ്കാരത്തെ നമ്മൾ രുചികളിലൂടെ മനസ്സിലാക്കുന്നു. ഇതൊക്കെയാണ് ഒരു യാത്രയുടെ ഒരു രസം, അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ മറക്കയാൻ കോട്ടൈ ജ്യോതിസ് റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളൊക്കെ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. മറക്കയാൻ കോട്ടയിൽ നിന്ന് കമ്പത്തിന് 18 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് തേനിക്ക് 20 കിലോമീറ്റർ ആണ്. തേനിയുടെയും കമ്പത്തിന്റെയും ഏകദേശം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മറക്കയാൻ കോട്ടൈ ഗ്രാമവും അതോടൊപ്പം തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി കമ്പത്തോ തേനിക്കൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം, പ്രാവർച്ചി. അത്ര എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെനു മേടിച്ച് കഴിക്കാം. അവിടെ വേറെ മെനുകളുണ്ട്, പറഞ്ഞല്ലോ, ചിക്കനായിട്ടും മട്ടനായിട്ടും ടർക്കി കോഴിയൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കുക. ഇനി വേറെ പ്രത്യേകിച്ച് ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയാനായിട്ടില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല ലാൻഡ്സ്കേപ്പാണ്, നല്ല മനോഹരമായ സ്ഥലമാണ്, നല്ലൊരു വില്ലേജാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ, കമ്പം ഭാഗത്തേക്ക് പോവുകയാണ്. സാറേ, വൈ നോട്ട്? നമ്മളിപ്പോ കയറിയ കടയുടെ പേരല്ലേ വൈ നോട്ട്? ഒരു വെറൈറ്റി പേരല്ലേ? അതെ. ഇപ്പൊ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കടയാ, അതാണ് ഒരു വെറൈറ്റി. ഞാൻ അതിന്റെ ഓണറിന്റെ അടുത്ത് ചോദിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ വൈ നോട്ട് എന്നുള്ള പേര്.
അപ്പോൾ പുള്ളി പറഞ്ഞൊരു സെക്കുലർ പേരിടണമെന്ന് തോന്നിയെന്ന്. അത് ശരി. സാധാരണ ദൈവങ്ങളുടെ പേരും ഒക്കെ അല്ലേ ഇടുന്നത്. അതെ, നമ്മൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ കൂടുതലും. അപ്പൊ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ ഒരാളും അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് തുടങ്ങിയ ഒരു പുതിയ കടയാണ് നമ്മളിപ്പോൾ ചായ കുടിച്ചത്. ഒരു പയ്യൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ആ പയ്യനോട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്തുകൊണ്ട് വൈ നോട്ട് എന്ന പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു സെക്കുലർ പേര് കിടക്കട്ടെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ ഇട്ടതാണെന്ന്. എന്തായാലും നല്ല സ്ഥലം കേട്ടോ. നല്ല ചായയും കേക്കൊക്കെ എത്ര ടേസ്റ്റി ആയിരുന്നു അല്ലേ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണ്. പക്ഷെ നല്ലൊരു ആംബിയൻസും നല്ല സഹകരണവും. അവർ ഭയങ്കര സ്വീകരണമായിരുന്നു. കയറി ചെന്നപ്പോഴത്തേക്കും അവരിങ്ങനെ വന്നപ്പോ ഞാനൊന്ന് ചെറുതായിട്ട് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച് ഇത് തെറ്റായ സ്ഥലത്ത് വല്ലാണ് കയറിപ്പോയി. അതല്ല, നമ്മളിപ്പോ ക്യാമറ ആയിട്ട് ചെന്നുകൊണ്ടാണ് സ്വീകരിക്കുന്നത് നമ്മൾ വിചാരിക്കും. അതല്ല, എല്ലാരും അവരങ്ങനെ സ്വീകരിക്കുന്നു. ഒരു പക്ഷെ പിന്നെ പുതിയ കട ആയതുകൊണ്ടാകാം. നല്ലൊരു മാമൻ ചായ അടിച്ചു. ഞാനും കണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ഉഷാറായിരുന്നു. നല്ല ചായയായിരുന്നു. 10 രൂപയുള്ള ചായക്ക്. ഞാൻ ഓർത്ത് 12 ആയിരിക്കും. എല്ലായിടത്തും തമിഴ്നാട്ടിൽ 12 ആണ്. ഇവിടെ 10 രൂപ ചായക്ക്. എന്തായാലും കൊള്ളായിരുന്നു. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പരിസമാപ്തി ഭയങ്കര രസമായിരുന്നു അല്ലേ. ഇങ്ങനൊരു സ്ഥലത്ത് കയറി ഭയങ്കര സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മള് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് ഭയങ്കര ആ ഒരു ഘട്ടം നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായി പോയി. ഒന്നാമത് തമിഴ്നാട് ഈ സൈഡ് നല്ല ചൂടൊക്കെ ഉണ്ട്, വെയിലൊക്കെ ഉണ്ട്. അത് കാരണം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇറങ്ങി കയറി ഷൂട്ട് ചെയ്ത് വന്ന് അവസാനം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നല്ല സന്തോഷമുണ്ടായി. അപ്പോൾ എന്തായാലും അതങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് കുമളിയിൽ നിന്നായിരുന്നു. കുമളിയിൽ പാണ്ടിക്കുഴി എന്ന സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് കമ്പത്തേക്ക് വരികയാണ് ചെയ്തത്. ചെറിയൊരു യാത്രയായിരുന്നു കേട്ടോ. കമ്പത്തിന്റെ ആ മനോഹാരിത നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. അതെന്തായാലും പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഭാഗത്തെ പച്ചപ്പും മലനിരകളുമാണ്. എന്ത് മനോഹരമാണെന്നറിയോ. നിങ്ങൾ കമ്പം തേനി ഭാഗത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു കേട്ടോ. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വാക്കുകളൊന്നും പറയാനില്ല. ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. യെസ്, ബൈ.